ലാലേട്ടനൊക്കെ എന്താ കൂടുതൽ കഴിക്കാറ്? ലാലേട്ടൻ ബ്രെഡ്സ് ആണ് കൂടുതൽ, തേങ്ങാപ്പത്തല്. മമ്മൂക്കയാണെങ്കിലോ? നമുക്ക് ബിരിയാണി റൈസ് കുറവാണ്, മീറ്റ്. പാലക്കാട് നടന്ന ഒരു ഹിന്ദു വെഡിങ്ങിന് വിളമ്പിയതോ ഒരു കംപ്ലീറ്റ് നോൺ വെജ് സദ്യ. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ? സിനിമാക്കാർക്ക് ഇഷ്ട ഭക്ഷണം കൊടുക്കുന്ന, ഏറ്റെടുക്കുന്ന ഓരോ ഫംഗ്ഷനും റോയൽ ടച്ചോട് കൂടി പ്രീമിയം ആക്കുന്ന 2024 ബെസ്റ്റ് കാറ്ററേഴ്സ് അവാർഡ് വാങ്ങിയ റോയൽ കാറ്ററിംഗ്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? ഇതിപ്പോൾ നമുക്ക് ഒരു വെഡ്ഡിങ് ആയിരുന്നു, ബട്ട് നോൺ വെജിൻ്റെ ഒരു സ്പ്രെഡാണ്. ബിരിയാണി തന്നെ 3 തരം ബിരിയാണിയാണ് നമ്മളിവിടെ. ലഗോൺ ബിരിയാണി, ആമ്പൂർ മട്ടൺ ബിരിയാണി, തലശ്ശേരി മട്ടൺ ബിരിയാണി, പിന്നെ സീ ഫുഡ്സ്, തവ, കബാബ്സ്, ബ്രെഡ്സ്, തേങ്ങാപ്പത്തിൽ, നെയ്പ്പത്തിൽ, നൂൽ പൊറോട്ട, കാന്താരി ചിക്കൻ, അങ്ങനെയുള്ള ഡെസേർട്സിലാണ് നമ്മൾ. ഹിന്ദു വെഡിങ് ആണ് കേട്ടോ. സദ്യ കൊടുക്കുന്ന സ്ഥലത്താണ് ഇത്ര ഐറ്റംസ് ഇവർ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു ഹിന്ദു വെഡിങ്ങിന് ഒരു നോൺ വെജിന്റെ പ്രോഗ്രാം ചെയ്യുന്നത്. റോയൽ ആദ്യമായിട്ടാണ്. കൊച്ചിനിലും ഒറ്റപ്പാലത്തും ആണ് അവരുടെ ഓഫീസ് വരുന്നതെങ്കിലും ഓൾ ഓവർ കേരളയും തമിഴ്നാടും ഇവർ വർക്ക് എടുക്കുന്നുണ്ട്. ഏറ്റെടുക്കുന്ന ഫംഗ്ഷൻ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സെർവ് ചെയ്യുന്ന ഫുഡ് മാത്രമല്ല, കൊടുക്കുന്ന സർവീസും പ്രീമിയം ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ആണ്. സിനിമാക്കാർക്ക് ഇവരുടെ ഭക്ഷണം എന്തുകൊണ്ടാണ് ഇത്ര ഇഷ്ടമെന്ന് ഒരു തവണ കഴിച്ചു നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി. കേരളത്തിലെ ബെസ്റ്റ് കാറ്ററേഴ്സ് ആണെങ്കിൽ പോലും റോയൽ കാറ്ററിംഗിന്റെ ഓണേഴ്സായ നബീലയ്ക്കും അനീസയ്ക്കും ഫംഗ്ഷനുടനീളം ഓടി നടന്ന് റിവ്യൂ എടുക്കുന്ന ഒരു കാഴ്ച കൂടെ നമുക്ക് കാണാൻ പറ്റി. പേര് കോമൺ ആയതുകൊണ്ട് അനീസയ്ക്ക് കോൺടാക്ട് ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ. മിശക്കാരന്റെ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.